കാസർഗോഡ് മഞ്ചേശ്വരത്ത് ആൾമറയില്ലാത്ത കിണറ്റിനകത്ത് ഓട്ടോ ഡ്രൈവർ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ്. മൃതദേഹത്തിൽ വെട്ടേറ്റ പാടുകൾ കണ്ടെത്തി. മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറായ മുഹമ്മദ് ഷരീഫിനെ ഇന്നലെ രാത്രിയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കൊലപാതകം വളരെ ദുരൂഹത സൃഷ്ടിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിന്റെ പിന്നിലുള്ള ഏത് ഗൂഢാലോചനയും ഇതിന്റെ പിന്നിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ കുഞ്ചത്തൂരിന്റെ ഉള്ളു പ്രദേശമായ പദവ് പോലത്തെ മാലിംഗേശ്വര ഉള്ളു പ്രദേശങ്ങളിൽ നടക്കുന്ന ഈ ജൂജാട്ടം, അതുപോലെ തന്നെ ഇസ്ബെട്ട് പോലത്തെ ഈ കളികളെ പോലീസ് കൃത്യമായി നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഇതിനെ കർശനമായി ഇതാരാണോ കൽപ്പിക്കുന്നത് അവർക്കെതിരെ കൃത്യമായ നടപടിയെടുത്തുകൊണ്ട് പോലീസിനോടും ഡിപ്പാർട്ട്മെന്റിനോടും ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ളത് കൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പേരുകളുമായി ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, എങ്ങനെയാണ് ഇത് കൊലപാതകമെന്ന് തെളിഞ്ഞത്? ഇന്നലെ രാത്രിയാണ് മഞ്ചേശ്വരത്ത് ഈ ആൾമറയില്ലാത്ത കിണറിനകത്ത് ഓട്ടോ ഡ്രൈവർ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ തന്നെ രാത്രി ആ കിണറിന് ചുറ്റും ചോരപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. അത് കൊലപാതകമാണോ എന്ന ഒരു സംശയം ഉയർന്നിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്തു. അതിനുശേഷം പോലീസ് ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്താണ് തലയുടെ പിന്നിലും മറ്റു ഭാഗങ്ങളിലും വെട്ടേറ്റതിൻ്റെ പാടുകൾ കണ്ടെത്തിയത്. ഇത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദഗ്ധമായ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. കർണാടക മുൽക്കി കൊളനാട് സ്വദേശിയാണ് ഈ ഷെരീഫ്. മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറാണ്. 3 പേർ ഇന്നലെ ഓട്ടോ വിളിച്ചിരുന്നു. ആ 3 പേർ ഓട്ടോ വിളിച്ച് ഇവിടെ എത്തിയതാണ് എന്ന് സംശയിക്കുന്നുണ്ട്. ഈ 3 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ ഭാഗത്ത് ചൂതാട്ടം നടക്കുന്നു എന്ന് നാട്ടുകാർ ആക്ഷേപിക്കുന്നു. അത്തരം ചൂതാട്ട കേന്ദ്രങ്ങൾ നടക്കുന്ന പ്രദേശത്ത് അവരുമായി ഈ കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്ന് പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഷെരീഫിനെ ബുധനാഴ്ച മുതൽ കാണാനില്ലായിരുന്നു. ഭാര്യ അതുകൊണ്ട് തന്നെ കർണാടക മുൽക്കി പോലീസിൽ ഭർത്താവിനെ കാണുന്നില്ല എന്ന് പരാതി നൽകിയിരുന്നു. ആ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മഞ്ചേശ്വരത്തെ ആൾമറയില്ലാത്ത കിണറിനകത്ത് ഇന്നലെ രാത്രി മൃതദേഹം കണ്ടെത്തുകയും മൃതദേഹം ഷെരീഫിൻ്റെതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഷെരീഫിന് കഴുത്തിന് പിന്നിലും മറ്റ് ശരീരഭാഗങ്ങളിലും വെട്ടേറ്റതിൻ്റെ പാടുകളുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം മംഗളൂരുവിൽ നിന്ന് 3 പേർ ചേർന്ന് ഓട്ടോ വിളിച്ച് മഞ്ചേശ്വരം ഈ ഭാഗത്തേക്ക് എത്തിയതാണ്. ഈ 3 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണം നടക്കുന്നത്. നാട്ടുകാർ ആക്ഷേപിക്കുന്നത് ഈ ഭാഗത്ത് ചൂതാട്ടം നടക്കുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ആ ഭാഗം കേന്ദ്രീകരിച്ചെത്തുന്നുണ്ട്. അത്തരം ഒരു സംഘങ്ങൾക്ക് കൂടി ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവാം എന്നൊരു സംശയം അവർ പങ്കുവെക്കുന്നുണ്ട്. ആ കാര്യം കൂടി അന്വേഷിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ശരി ഷഫീഖ്.